അവിടെ പുനലൂർ സീറ്റിൽ കോൺഗ്രസ് പരിഗണനയിൽ 5 പേരാണുള്ളത്. പ്രാദേശിക നേതാക്കൾ, യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ലീഗ് മത്സരിച്ചിരുന്ന സീറ്റ് ഇത്തവണ കോൺഗ്രസുമായി വച്ചുമാറും. CPI സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സീറ്റാണ് പുനലൂർ. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, അപ്പോൾ ലീഗ് മത്സരിക്കുന്ന സീറ്റ് ഇത്തവണ കോൺഗ്രസിന് വെച്ച് മാറുമ്പോൾ അവിടെ പല പേരുകൾ കോൺഗ്രസിന്റേതായി പരിഗണനയിലുണ്ടെന്നറിയുന്നു. ഒരുപക്ഷെ ലീഗിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും. മാത്രമല്ല CPI ജയിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. അപ്പോൾ വിജയസാധ്യത മുൻനിർത്തി ഇത്തവണ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ ആർക്കൊക്കെയാണ് നിലവിൽ മുൻഗണന? ലീഗിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതിൽ എത്രത്തോളം നിർണായകമാകും ലിജോ? ജിൽസി, കൊല്ലം ജില്ലയിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉരുക്കുകോട്ടയായി കരുതപ്പെടുന്ന സീറ്റാണ് പുനലൂർ സീറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അവിടെ കുറെ നാളായി മുസ്ലിം ലീഗ് ആയിരുന്നു മത്സരിച്ച് വരികയും ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ ചടയമംഗലവും പുനലൂരും തമ്മിൽ വച്ചുമാറാൻ ഒരു ധാരണയായിട്ടുണ്ട്. അങ്ങനെയാണ് പുനലൂർ സീറ്റിൽ വളരെ നാളുകൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ള ഒരു പ്രധാന പ്രത്യേകതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ പല പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 5 പേരുകൾ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ തന്നെ പ്രഥമ പരിഗണന നൽകുന്ന ആളുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ സഞ്ജയ് ഖാനാണ്. സഞ്ജയ് ഖാനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് DCC ജനറൽ സെക്രട്ടറിയാണ്, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമാണ്, അരിപ്പ ഭൂസമരത്തിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നയാളാണ്, KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും പ്രാദേശികമായി അവിടെ പല ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അതിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സഞ്ജയ് ഖാൻ. മറ്റൊരു പേരെന്ന് പറയുന്നത് സൈമൺ അലക്സ് ആണ്. സൈമൺ അലക്സ് KPCC ജനറൽ സെക്രട്ടറി ആയ ആളാണ്. KSU യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് സൈമൺ അലക്സ് എന്ന് പറയുന്നത്. ഒരു സംഘാടകൻ കൂടെയാണ്. പല പരിപാടികളും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സൈമൺ അലക്സ് എന്ന് പറയുന്നത്. മൂന്നാമതൊരു പേരെന്ന് പറയുന്നത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് CR നജീബ്. INTUC നേതാവാണ്. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പത്തനാപുരമാണ് സ്ഥലമെങ്കിൽ പോലും ഈ പുനലൂർ സീറ്റിൽ ഉൾപ്പെടെ CR നജീബിന്റെ പേര് കൂടി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഒരു പേരെന്ന് പറയുന്നത് ഷിഹാബുദ്ദീൻ കാര്യത്താണ്. ഷിഹാബുദ്ദീൻ കാര്യത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അയാളുടെ സ്ഥലം എന്ന് പറയുന്നത് പുനലൂരാണ്. KPCC മൈനോറിറ്റി ഭാഗം മുൻ ചെയർമാനും ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാലാമത്തെ ഒരു പേരാണ് ഒരു യുവാവാണ്. അതായത് KSUവിന്റെ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അൻവർ സുൽഫീഖറാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ്. ഈ 5 പേരുകളാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ഇതല്ലാതെ ഈ ചടയമംഗലത്ത് സീറ്റ് ആഗ്രഹിച്ചിരുന്ന പലരുമുണ്ട്. അവർ ചിലർ ഇവിടേക്ക്, അതായത് MM നസീർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു മണ്ഡലത്തെ നോക്കുന്ന സമയത്ത് 1991 മാത്രമാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. അതിനുശേഷം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 37,000 മുകളിലാണ്. അതിന് തൊട്ട് മുൻപ് 33,000 മുകളിലാണ്. അങ്ങനെ വലിയ ഭൂരിപക്ഷം ഉള്ള CPIക്കുള്ള ഒരു സീറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ചെന്ന് ഇറങ്ങി അത് തിരിച്ചു പിടിക്കാൻ പരമാവധി ശ്രമിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പോൾ ആളുകൾക്ക് സ്വീകാര്യനായിട്ടുള്ള മുസ്ലിം ലീഗ് മത്സരിച്ചു വന്നതുകൊണ്ട് തന്നെ ലീഗിനും കൂടെ താല്പര്യമുള്ള ഒരാളെ തന്നെയാകും അവിടെ മത്സരിപ്പിക്കാൻ സാധ്യത എന്ന് പറയുന്നു. അധികം ദിവസം കഴിയാതെ ആ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന സമയത്ത് ഈ പേരുകളിൽ ഒരാൾ തന്നെയാകും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്ന കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ജിൽസി.